എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടിലും ആവശ്യം വരുന്ന ഒന്നാണ് തക്കാളി. നമ്മളെല്ലാം തക്കാളി നട്ടുപിടിപ്പിക്കാറുണ്ട്. അതിൽ പലതും കായ്ക്കാറാകുമ്പോഴും പൂവിടാറാകുമ്പോഴും വാട്ടരോഗം വന്നിട്ട് വാടി നഷ്ടപ്പെട്ടു പോകാൻ പലരും പറയാറുണ്ട്, അയ്യോ ഭയങ്കര സങ്കടമാണ് ഇതിങ്ങനെ പോകുന്നത് കാണുന്നത് എന്നൊക്കെ. ഇതേപോലെ അനുഭവം വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതേപോലെ തക്കാളി ചെടികൾ വാടിപ്പോകാതിരിക്കാനും നല്ല വലിയ കായ്കൾ ഉണ്ടാകാനും ചുവന്ന് പഴുത്ത കായ്കൾ ഉണ്ടാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ നല്ല രുചിയുള്ള തക്കാളിപ്പഴം കിട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തക്കാളിയുടെ വിത്തുകൾ നമുക്ക് പാകി മുളപ്പിച്ച് തൈകളാക്കിയെടുക്കാം. ഇത് നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടിരിക്കുന്നതാണ്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചകിരിച്ചോറിനകത്ത് പാകിയെടുക്കാം. എന്നിട്ട് നടുന്നതിന് മുന്നേ ഒരു മാസമെങ്കിലും പ്രായമായ തൈകളാണ് നമ്മൾ മാറ്റി നടുന്നത്. അത് നമുക്ക് നടുന്നതിന് മുന്നേ ഇതേപോലത്തെ സ്യൂഡോമോണാസിൻ്റെ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതിനകത്ത് മുക്കി വെച്ചിട്ട് നടാം. പിന്നെ തക്കാളി നമ്മൾ നട്ടുപിടിപ്പിച്ച് അവർ വേര് പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങത്തില്ലേ, അപ്പം മുതൽ നമുക്കതിന് വളം ചെയ്തു കൊടുക്കാം. വളം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഓരോ 10 ദിവസം കൂടുമ്പോഴും, ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ വളർത്തുന്നവർ നിർബന്ധമായും 10 ദിവസം കൂടുമ്പോഴെങ്കിലും വളം കൊടുക്കണം. അത് മാറ്റി മാറ്റി പല ടൈപ്പ് വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരേപോലെ തന്നെ തുടർച്ചയായിട്ട് കൊടുക്കാതെ നമുക്ക് പിണ്ണാക്ക് പുളിപ്പിച്ച വളം കൊടുക്കാം, അല്ലെങ്കിൽ ജൈവ സ്ലറി കൊടുക്കാം, അല്ലെങ്കിൽ ബയോഗ്യാസ് സ്ലറി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കോഴിവളവോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വളങ്ങൾ നമ്മൾ മാറി മാറി ഓരോ 10 ദിവസം കൂടുമ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. പാകി മുളപ്പിച്ചിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിലും തക്കാളി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. അതുപോലെ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ നല്ലതുപോലെ അടിവളം ചേർത്തിട്ട് വേണം തക്കാളി തൈകളെ നട്ടുപിടിപ്പിക്കാൻ. തക്കാളിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തക്കാളിക്ക് ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത്. എന്നാൽ തക്കാളിയുടെ ചുവട്ടിൽ ചെറിയ നനം ഉണ്ടായിരിക്കുകയും ചെയ്യണം. വെള്ളം ഒഴിച്ചതാണോ എന്ന് ചോദിച്ചാൽ വെള്ളം ഒഴിച്ചതാണെന്ന് പറയാൻ പറ്റണം, പക്ഷെ വെള്ളം ഒരു കാരണവശാലും കൂടിപ്പോകരുത്. തക്കാളി നമ്മൾ നട്ടുപിടിപ്പിച്ച് പൂവിടാറൊക്കെ ആകുമ്പോഴത്തേക്കിന് വാടിപ്പോകുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കിടിലൻ സൂത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഇത് എപ്സം സോൾട്ടാണേ. ഈ എപ്സം സോൾട്ടിൻ്റെ ഒരു അര സ്പൂണ് എപ്സം സോൾട്ട് എടുത്ത് നമ്മൾ ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം, 1 സ്പൂൺ വരെ നമുക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പം അര സ്പൂണ് എപ്സം സോൾട്ട് നിങ്ങൾ എടുത്താൽ മതി. ചെടികളുടെ ഇലകൾക്കോ ചെടിക്കോ ചെടിയുടെ തണ്ടിനോ ഒന്നും കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എപ്സം സോൾട്ട് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ ഇതിനെ ഒന്ന് ലയിപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ലപോലെ വെള്ളത്തിൽ അലിയുന്ന ഒന്നാണ് എപ്സം സോൾട്ട്. ആ എപ്സം സോൾട്ടിനെ നമ്മൾ ഇതുപോലെ വെള്ളത്തിനകത്ത് അലിയിച്ചെടുക്കുക. എന്നിട്ട് ഞാനതൊരു 1 ലിറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മാസം മാറ്റി ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ആ ഒരു തക്കാളി ചെടിയാണേ. കണ്ടോ, നിറയെ വരുന്നത്, പൂക്കൾ വരുന്നുണ്ട്. അതുപോലെ ഇലയുടെ ഒരു ആർത്ത് വളരുന്നൊരു രീതി ഇതിനില്ല. ആ പൂക്കളെല്ലാം തന്നെ പതുക്കെ കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. കൊലയായിട്ട് തന്നെ കായ്കളായി പിടിച്ചു വരുന്നൊരു സമയമാണേ. ഇങ്ങനെയുള്ള ചെടികൾക്ക് ഞാൻ കുറച്ചതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണേ. അതുപോലെ ഇത് മറ്റൊരു തക്കാളി ചെടിയാണ്, വളർന്ന് തുടങ്ങുന്ന ഒരു ചെടിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള തക്കാളി ചെടിക്ക് നമ്മൾ കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഇലകളിൽ സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രെയർ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ എല്ലാ തക്കാളി ചെടികളുടെയും ഇലകളിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ നമ്മൾ ഇതേപോലെ എപ്സം സോൾട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് ഈ ബാക്ടീരിയൽ വാട്ടത്തിനെ അല്ലെങ്കിൽ വേരുകൾ വാടി ചെടികൾ ചീഞ്ഞു പോകുന്നതിനെ നമുക്ക് ഇല്ലാതാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ചെടികൾക്ക് വളവും ലവണങ്ങളും കൂടുതലായിട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും ചുറ്റുപാടിൽ നിന്ന്. തക്കാളിയുടെ പഴങ്ങൾക്ക് നല്ല വലിപ്പം വെക്കുന്നതിനും അതുപോലെ നല്ല ചുവന്ന് പഴുത്ത തക്കാളി, ഇപ്പം നമ്മൾ തക്കാളി വളർത്തുന്നവർക്കറിയാം, ചിലപ്പം നമ്മൾ തക്കാളി വളർത്തുമ്പം തക്കാളി പഴുത്താലും അതിനൊരു കളർ വരാതൊക്കെ ഇരിക്കും. അതുപോലെ പഴുക്കാനായിട്ട് താമസം വരും. അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ ഈ എപ്സം സോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ചുവന്ന് പഴുത്ത തക്കാളി പഴങ്ങൾ നമുക്ക് കിട്ടും, നല്ല രുചിയുള്ള തക്കാളിപ്പഴം നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ എപ്സം സോൾട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ടുള്ള തക്കാളിക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അപ്പോൾ ഇതുപോലെ തക്കാളി നട്ട് വളർത്തിയിരിക്കുന്നവരൊക്കെ എപ്സം സോൾട്ട് കൊടുത്ത് നമ്മുടെ തക്കാളിയുടെ കുഴപ്പങ്ങളെയൊക്കെ പരിഹരിച്ചെടുക്കണം. നമുക്കിത് അത്യാവശ്യം ഇവിടെ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന്
കണ്ടിട്ട് വരാം. വിളവെടുക്കുന്നില്ല, ഞാൻ പാത്രമൊന്നും എടുക്കാതെയാണ് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. ബാ. ഇതുണ്ട് നമ്മുടെ മരമുന്തിരി കണ്ടോ, ഒരു പ്രാവശ്യത്തെ വിളവ് തന്നതിന് ശേഷം കണ്ടോ തടി നിറയെ പൂവിട്ട് നിൽക്കുവാണേ. അതെല്ലാം കായ്കളായിട്ട് മാറും. ഇവിടെ തന്നെ ഇപ്പം എസ്കാർലറ്റ് പോലെയുള്ളത് കായ്ച്ചാണ് നിൽക്കുന്നത്. ഇത് വേറൊരിനം മരമുന്തിരിയുടെ ജംബോട്ടിക്കാബായുടെ ചെടിയാണേ. അതുപോലെ ദേ ഒരു ചാമ്പ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ നമ്മുടെ സാധാരണ ചാമ്പയാണേ. പക്ഷെ നല്ല ഇത് പഴുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ടുള്ള ചുവന്ന നിറവും വരും. സാധാരണ ചാമ്പയ്ക്ക് തിന്നുമ്പോൾ ഒരു ചെറിയ പുളിപ്പ് തോന്നത്തില്ലേ, ആ പുളിപ്പ് ഇതിനില്ല. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു ചെറിയ പാത്രത്തിനകത്ത് നിൽക്കുന്ന ചാമ്പച്ചെടിയാണ്. ഇവിടെ എല്ലാം ചാമ്പയുടെ മൊട്ടാണേ. ചാമ്പ ഒരിക്കലും കായ്ച്ചു നിൽക്കുമ്പം കാറ്റടിച്ചാലും നമ്മളിങ്ങനെ കൊമ്പ് കുലുക്കി പറിച്ചാലും ഉണ്ടല്ലോ കുറെ അധികം ചാടിപ്പോവും. കണ്ടോ, നമ്മുടെ ആവശ്യത്തിന് പറിക്കാനുള്ള ചാമ്പയ്ക്ക് കിട്ടും. കുറച്ച് ഒരു ദിവസം കൂടെ കിടക്കുവാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് മുഴുവനും കിളി വന്ന് കൊത്തി കളയും. ഈ പ്രാവശ്യം എനിക്ക് നമ്മുടെ ഡെൽഹാരി ചാമ്പ നല്ല മുഴുത്തതുണ്ടായിട്ട് എല്ലാ അവന്മാര് കൊത്തി തുരന്ന് കളഞ്ഞു. ഒരെണ്ണം പോലും നല്ലതുപോലെ നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ കെട്ടിയിടണം. ബാ, ഇത് കണ്ടോ, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ മത്തങ്ങ പിടിക്കും, ഇതിന്റെ അപ്പുറത്തുണ്ടായ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. പോളിനേഷൻ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പോളിനേഷൻ നടത്തി കൊടുത്ത മത്തയാണിത്. ഈ മത്ത നമ്മളിവിടെ കൊടുക്കുന്ന മത്തങ്ങയുടെ വിത്താണ്. അപ്പം വിത്തുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ സാധാരണ എല്ലാ വിത്തുകളും കൂടാതെ കെയിലിൻ്റെയും അതുപോലെ കണിവെള്ളരിയുടെയും അതുപോലെ കാർകൂന്തൽ പയറിൻ്റെയും ബട്ടർനട്ടിൻ്റെയും ഒക്കെ വിത്തുകൾ വന്നിട്ടുണ്ട്. വിത്തുകൾ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ മറന്നു പോകരുത്. ഇത് കണ്ടോ, ഇത് കാർകൂന്തൽ പയറാണ്. ഞാൻ ഇവിടെ വരുന്ന നമ്മുടെ വിത്തുകളെല്ലാം പരീക്ഷണത്തിനും വളർത്താനും ഒക്കെ ആയിട്ട് പാകി കിളിപ്പിക്കും. ഇത് കണ്ടോ, നല്ലോണം കിളുത്തിട്ടുണ്ട്. അതുപോലെ വള്ളി ബീൻസും കുറ്റി ബീൻസും വാളമരയുടെ വിത്തും ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒറ്റ മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് വിത്തുകൾ വീട്ടിലെത്തും. നമ്മുടെ ദേ വാളമരപ്പയറാണേ. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും ദേ ഇതുപോലെല്ലാം കിടക്കുവാണ്. ഞാനിപ്പം വിളവെടുക്കുന്നില്ല. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 2 ചോട് നട്ടുപിടിപ്പിച്ചാൽ മതി. വാളമര, ഇത് കുറ്റി വാളമരയാണേ. കുറ്റി വാളമരയുടെ വിത്തുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടണേ. ഇത് കണ്ടോ, നമ്മുടെ മത്തയാണ്. ഇത് ഞാൻ നേരിട്ട് മണ്ണിലേക്ക് പാകിയതാ. സാധാരണ ഞാൻ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ച് മുള വന്നതിന് ശേഷമാണ് നടുന്നത്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അടുത്തു നിന്ന് വിത്ത് വാങ്ങിക്കുന്ന ചിലർക്കെങ്കിലും ആ മുളപ്പിക്കുന്ന രീതി അറിയാൻ മേലാതെ അവർ നേരിട്ട് മണ്ണിലിടുമ്പം കിളുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ നേരിട്ട് പാകിയിരിക്കുന്നതാണ്. ഒരു മത്ത വിത്ത് പോലും കിളുക്കാതെ പോകത്തില്ല, എല്ലാം ഇതേപോലെ കിളുത്തു വരും. ഒന്നും പേടിക്കണ്ട. ബട്ടർനട്ട് കിളുത്ത് നിൽക്കുന്ന ഞാൻ കാണിക്കാം. ബട്ടർനട്ടിൻ്റെ വിത്ത് നിൽക്കുന്നുണ്ടോ? നമ്മളിവിടെ കൊടുക്കുന്ന ബട്ടർനട്ടിൻ്റെ വിത്ത് ഞാൻ പാകി കിളിപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വാസത്തോടെ മേടിക്കാം. ബട്ടർനട്ടിൻ്റെ വിത്തിട്ട കിളുക്കും. ഇതാണ് നമ്മുടെ ബീൻസിൻ്റെ ചെടിയെ. ഈ ബീൻസിൻ്റെ വിത്തുകൾ ഞാനിവിടെ കൊടുക്കുന്നതാണ്. ബീൻസിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോണം, അല്ല മെസ്സേജ് ഇട്ടോണം, കമൻ്റ് അല്ല കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള ബീൻസ് തന്നെയാണ്. ഞാനിവിടെ താമസിക്കുന്നത് കോട്ടയത്താണ്. നല്ല ചൂടുള്ള സ്ഥലമാണെന്നും കാലാവസ്ഥ നമ്മളെ മൂന്നാറിലെ പോലെയോ വയനാട്ടിലെ പോലെയോ നല്ല പച്ചക്കറി വളർത്താൻ സൗഹൃദമായ ഒരു കാലാവസ്ഥയൊന്നും ഉള്ള സ്ഥലമല്ല. പക്ഷെ എന്നിട്ട് പോലും ഇതേപോലെയുള്ള നല്ല ബീൻസ് നമുക്ക് ഉണ്ടായി കിട്ടും. ബീൻസിന്റെ വിത്തുകൾ ആവശ്യമുള്ളവർ ഇതേപോലൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഇത് വള്ളിയായിട്ട് വളരുന്ന ബീൻസാണ്. ഇത് കണ്ടോ, ഇത് കുറ്റിയായിട്ട് വളരുന്ന കുറ്റി ബീൻസാണ്. ഇപ്പം പടർത്തി വിടാനൊന്നും സ്ഥലവും സൗകര്യവും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതേപോലത്തെ കുറ്റി ബീൻസിനെ വാങ്ങിക്കാം. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, പണ്ടത്തെ നെയ്യുടെ മണമുള്ള അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ പറയുന്നത്, അത്തരത്തിൽ മണമുള്ള കാന്താരി മുളക്, ഉണ്ടമുളകാണ് അത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ മുളകിൻ്റെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോ. ഇപ്പം കുറച്ച് വിത്തുകൾ വന്നിരിപ്പുണ്ട്, തീരുന്നതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് തരാം. നമ്മുടെ സാധാരണ എല്ലാ വിത്തുകളും അതുപോലെ ഇല്ലിക്കൊമ്പനും വേങ്ങേരിയൊക്കെ പോലത്തെ സ്പെഷ്യൽ വഴുതനകളും ഉണ്ട്. വേണ്ടവർ മെസ്സേജ് ഇടുക. അപ്പം തക്കാളി വളർത്തുന്നവരൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞെന്ന കിടിലൻ ട്രിക്ക് ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കണം. തക്കാളിയെ വാട്ടരോഗത്തിൽ നിന്ന് രക്ഷിച്ച് നമുക്ക് എന്നും തക്കാളി വളർത്തി ഇഷ്ടം പോലെ തക്കാളി വിളവെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.